ഹായ് എവ്രി വൺ. അപ്പോൾ എൻ്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. നമ്മൾ ഡോക്ടർ ശ്രീ 1111 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് പറയാറില്ല ഞാൻ. എന്നോട് ആരോ ചോദിച്ചു എന്താ പേര് എന്ന്. അപ്പോൾ ശ്രീലക്ഷ്മി എന്നാണ് എൻ്റെ പേര്. ഒന്ന് രണ്ട് പേരെ ഞാൻ ഗുരുവായൂർ ടെമ്പിളിൽ വെച്ചിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെന്നെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഇങ്ങനെ എണീച്ച് നിൽക്കുമ്പോൾ ശ്രീലക്ഷ്മി അല്ലേ, മീൻസ് ചാനലത്തെ കുട്ടിയല്ലേ എന്ന് വെച്ചിട്ട് പറയാറുണ്ട്. അപ്പോൾ വളരെ ഹാപ്പി, എന്താ പറയുക, അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് കേട്ടോ, റെക്കഗ്നൈസ്ഡ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ടോപ്പിക്, നിങ്ങളുടെ പേഴ്സൺ ജെനുവൻ ആണോ? ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയാറുണ്ട്. ലൈവ് റീഡിങ് ചെയ്യുമ്പോൾ ചേച്ചി ഇവർ ജെനുവൻ ആണോ, അവർ ട്രൂ ഇൻറ്റൻഷൻസ് എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അതുപോലെ ലൈവ് എപ്പോഴാണ് വരിക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലൈവ് ഇൻറ്റ്യൂട്ടീവ്ലി ആട്ടോ വരിക. ഇങ്ങനെ തോന്നുന്നു ഇങ്ങനെ ലൈവിൽ വരാൻ. അങ്ങനെയാണ്, മുന്നേ തന്നെ ഷെഡ്യൂൾ ചെയ്യാൻ അതുകൊണ്ട് സാധിക്കില്ല. ഇൻറ്റ്യൂട്ടീവ്ലി വരുന്ന സമയത്ത് ആരൊക്കെയാണത് കാണാൻ ഉള്ളത് അവർ കാണുന്നു, അത്രേ ഉള്ളൂ. ഡിവൈൻ ടൈമിംഗ് ആണല്ലോ എല്ലാം പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ജെനുവൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് റിപ്പീറ്റിംഗ് നമ്പേഴ്സിൽ കാണിക്കുന്നുണ്ട്. 4 കോമ്പിനേഷൻസ് കാണിക്കുന്നുണ്ട്, 10 ഒരുപാട് പ്രാവശ്യം കാണിക്കുന്നു, ലൈക്ക് 10 3 ടൈംസ്, 11 9 മിററിങ് 6 5 ഇതൊക്കെയാണ് കോമ്പിനേഷൻസ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ മേ ബി നിങ്ങൾ തമ്മിൽ ഒരുപാട് എന്തായിരിക്കും, ഫൈറ്റ് ഉണ്ടായിരിക്കും, തല്ലുവിടുന്ന പേഴ്സൺസ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ജസ്റ്റസ് ലിബ്ര സോഡെക്സ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ സോഡ്സ് ഉണ്ട്, വാൻസ് ഉണ്ട്, കപ്സ് ഉണ്ട്. ഏത് സൈനാണോ കൂടുതൽ നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 2 എർത്ത് സൈൻ, 3 എർത്ത് സൈനും 1 2 കപ്പും, പിന്നെ വാൻസാണ് കൂടുതൽ, 4 വാൻസ്, 1 2 3 4, യെസ് 4 വാൻസും 3 സോഡ്സും കാണിക്കുന്നത്. ദാറ്റ് മീൻസ് ഫയർ എനർജിയാണ് കൂടുതലായിട്ട് കാണുന്നത്. ഏരിയസ് ലിയോ സാജിറ്റേറിയസ് ആണ് കാണുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ മേ ബി നിങ്ങൾ ഡീൽ ചെയ്യുന്ന പേഴ്സണുമായിട്ട് ഓരോ ജന്മങ്ങളായിട്ട് നിങ്ങളെ കർമ്മക്കണക്ക് കഴിയാതെ പിന്നെയും വന്നിട്ടുണ്ട്. ലവേഴ്സ് കാർഡ് കാണിക്കുന്നു. മേ ബി സോൾമേറ്റ്സ് ആയിരിക്കാം, ഹൈലി സോൾമേറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മയുള്ള പേഴ്സൺ ആണെന്ന് നിങ്ങൾക്ക് തോന്നും. ഇവർ കാണുമ്പോൾ എവിടേക്കോ കണ്ടുപരിചയം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ജസ്റ്റിസ് മീൻസ് ഒരു കർമ്മ, ശനി, കർമ്മ സൈക്കിൾസ് നിങ്ങൾക്ക് ഇവരുമായിട്ടുണ്ട്. അതാണ് മെയിനായിട്ട് ഇതിൽ കാണുന്നത് കേട്ടോ. പിന്നെ എന്താണ് 9 ഓഫ് കപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര സെക്ഷുവലി അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പിനെസ് കാണിക്കുന്നുണ്ട്, അപ്രോച്ച് കാണിക്കുന്നുണ്ട്. കൂടാതെ എന്താ പറയുക, സോഡ്സ് എന്നൊക്കെ 10 ഓഫ് സോഡ്സ് ഉണ്ട്. അവർ ഭയങ്കര ബർഡനായിട്ട് കാണുന്നു. അല്ലെങ്കിൽ അവർ എന്താ പറയുക, അവർക്ക് ഒരുപാട്, ഇവർക്ക് ശരിക്കും എടുത്തു വെക്കേണ്ട ആവശ്യമില്ല. സെൽഫ് ലവിൻ്റെ കുറവ്, വീട്ടിലത്തെ ആൾക്കാരുടെയും ഭാരങ്ങൾ എടുത്ത് വെച്ചിട്ട് അവർക്ക് അതിനുള്ള എമൗണ്ടും ഇല്ല ചിലവഴിക്കാൻ. പക്ഷെ അവർ വളരെ ഡൗൺ ആവുന്നതാണ് 10 ഓഫ് സോഡ്സ് ആണ് കാണിക്കുന്നത്. അവർക്ക് സെൽഫ് ലവ് ഒരുപാട് കുറവുള്ള പേഴ്സൺ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പേഴ്സൺ. അവരുടെ ഇഷ്ടങ്ങൾ, അവർ അതാണ് വലിയ ഫാമിലി മാൻ എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അത് വളരെ വീക്കായിട്ടുള്ള മാസ്കുലിൻസിനെയാണ് ശരിക്കും പറയുക കേട്ടോ. സ്ട്രോങ് മാസ്കുലിൻസ് അവർ ചെയ്യേണ്ടോടത്ത് ചെയ്യും, പക്ഷെ ബാക്കിയുള്ളവരെ ഗ്രോ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുക. മനസ്സിലായി. ആൻഡ് 7 ഓഫ് വാൻസ് അല്ലെങ്കിൽ 8 ഓഫ് വാൻസ് എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തോ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഒരുപാടുള്ളതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇവർക്ക് നല്ലൊരു ഫാമിലി ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്. ഇവർ കുറച്ച് ട്രഡീഷണൽ വൈബാണ്, തന്ത വൈബ് വേണമെങ്കിൽ പറയും. ഹൈറോഫൻ്റ് ആണ്, കുറച്ചൊരു വീക്ക് മാസ്കുലിൻ എനർജിയാണ്. ലൈക്ക് ഈ പെൺകുട്ടികൾ ഇങ്ങനെ പാടും, അങ്ങോട്ട് പോകാൻ പാടില്ല, രാത്രി പോകാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ കുറേ റിസ്ട്രിക്ഷൻസ് അവരുടെ ഫാമിലിയിൽ നിന്ന് പഠിച്ചതായിരിക്കും. അത് നിങ്ങളുടെ മേൽ ഒപ്പോസ് ചെയ്യുന്നുണ്ടായിരിക്കും. കുറച്ച് ട്രഡീഷണൽ ആയിട്ട്, അല്ലെങ്കിൽ മീൻസ് ട്രഡീഷണൽ പരമായിട്ടുള്ള കാര്യം അവർക്ക് ഇഷ്ടം. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരുടെ സമ്മതത്തോടെ കല്യാണം കഴിക്കുന്നതൊക്കെ ഇഷ്ടപ്പെടും. മനസ്സിലായോ? അങ്ങനെ കുറച്ച് അവരുടേതായിട്ടുള്ള കുറച്ച് പഴയ ക്യാരക്ടറുള്ള ഒരു പേഴ്സണെയാണ്. അതുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫൈറ്റിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. 5 ഓഫ് വാൻസ് കാണിക്കുന്നുണ്ട്, 2 ഓഫ് വാൻസ് ഉണ്ട്. കടൽ കടന്ന് പോകുന്നതായിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അബ്രോഡ്, മേ ബി ഈ ഒരു പേഴ്സൺ അബ്രോഡ് ആയിരിക്കും. നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. അതിൻ്റേതായിട്ടുള്ള അസ്വരസ്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇവർ ജെന്യുവൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങനെ തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് അധികം കാണിക്കുന്നില്ല. ചലഞ്ചസും ഒരുപാട് കർമ്മമുള്ള ഒരു പേഴ്സണാണ്. പക്ഷേ ഇവർ നിങ്ങളെ പറ്റിക്കുന്നതായിട്ട് കാണുന്നില്ല കേട്ടോ. 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ കാർഡ് ഉണ്ട്, പക്ഷെ ഒരു 80% ഇവർ ജെന്യുവൻ തന്നെയാണ്. പക്ഷെ ഇവരുടേതായിട്ടുള്ള ഒരുപാട് കർമ്മങ്ങൾ എടുത്ത് വെക്കുന്നതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. 10 ഓഫ് വാൻസ് കണ്ടില്ലേ, നാളെ എന്താന്ന് പോലും അറിയുന്നില്ല. ഇത്രയും ടെൻഷനിലൂടെ, ഇത്രയും വറിയിലൂടെയാണ് അവർ പോകുന്നത്. 4 ഓഫ് പെൻറ്റക്കിൾസ് ഒരുപാട് രീതിയിൽ നെഗറ്റീവ് എനർജീസ് സ്റ്റോർ ചെയ്യുന്ന പേഴ്സണെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് അത്രയും ട്രോമാസ് ഉണ്ട്, ചൈൽഡ്ഹുഡ് ട്രോമ, അങ്ങനത്തെ കുറേ ട്രോമകൾ ഉള്ളത് കൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ അവർക്ക് എന്താണ്
അത് റിലീസ് ചെയ്യാനൊന്നും അറിയില്ല, അതുമ്മ വെച്ച് ജീവിക്കുന്ന ഒരു പേഴ്സണെയാണ് കാണുന്നത്. ഓക്കെ, ഫിസിക്കൽ പ്രഷറും അങ്ങനത്തെയൊക്കെ. പിന്നെ അവർക്ക് ഒരുപാട് സങ്കടങ്ങൾ വരുമ്പോൾ അവർ ഡ്രിങ്ക്സിലൂടെ ആൽക്കഹോളിക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ആൽക്കഹോളിലൂടെ അവർ ആ ഒരു പ്രഷർ മാറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് അവർക്ക് എപ്പോഴും ആഗ്രഹിക്കുന്ന നല്ലൊരു ഫാമിലി ലൈഫാണ് കേട്ടോ. നോക്കൂ, 10 ഓഫ് കപ്സ് ആണ്. ഒരു ഫാമിലി ലൈഫ് അവർ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. നല്ലൊരു ഫാമിലി ലൈഫ് ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ ലവേഴ്സ് കാർഡാണ്. ലവേഴ്സ് കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോൾമേറ്റ് എനർജി ഉള്ള ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട്. പിന്നെ പേജ് ഓഫ് സോർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പാസ്റ്റ് ലൈഫ് ട്രോമാസും അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് പാസ്റ്റ് കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഒരുപാട് ഉണ്ട്. കുറേ ട്രോമകൾ ക്യാരി ചെയ്ത് വന്നൊരു പേഴ്സണാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കാര്യം സംഭവിച്ചു, ഒരാളെ വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മറന്നു പോവാൻ ഒരു മനസ്സിൽ വെക്കുന്ന ടൈപ്പാണ് ഇവർ. മറന്ന് ഫോർഗിനെസ് കൊടുക്കാൻ പറ്റാത്തൊരു പേഴ്സണെയാണ് കാണിക്കുന്നത്. പേജ് ഓഫ് സോർഡ്സ് അതിങ്ങനെ ഓർത്തിങ്ങനെ തേട്ടി വരും എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവരുടെ ക്യാരക്ടേഴ്സ് ഇതൊക്കെയാണ് പറയുന്നത്. വേണ്ടാത്ത ഭാരങ്ങളൊക്കെ എടുത്തു വയ്ക്കുന്നൊരു പേഴ്സണെ കാണിക്കുന്നുണ്ട്. ആൻഡ് 3 ഓഫ് പെൻഡക്കിൾസ് എന്ന് പറഞ്ഞതിന് പാർട്ട്ണർഷിപ്പും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഒരു കരിയർ ഭാഗത്തേക്ക് ഒരുപാട് ഗ്രോ ചെയ്യാൻ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഒരുപാട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യണമെന്നും ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാക്കണമെന്നും സക്സസ് ഉണ്ടാക്കണമെന്നൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് കാണുന്നത്. ആൻഡ് 2 ഓഫ് പെൻഡക്കിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഗ്ലിംഗ് ആണ്. ചില സമയത്ത് ഒരു നന്നായിട്ട് ജഗ്ലിംഗ് ചെയ്യും, മനസ്സ് കൺഫ്യൂഷൻ ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കണോ, ഇവരാണോ ബെറ്റർ, ഇവരാണോ എൻ്റെ കൂടെ ഹെൽപ്പിങ്ങിന് ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഒരു മനസ്സിൽ ഡബിൾ മൈൻഡ് ഇടയ്ക്ക് വരും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇടയിലൊരു ഇഷ്യൂസസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഡബിൾ മൈൻഡ് ജഗ്ലിംഗ് കണ്ടോ. മേ ബി അവർക്ക് അത്രയും ടെൻഷൻ, ഇവർക്ക് എങ്ങനെ ടെൻഷൻ റിലീസ് ചെയ്യണമെന്ന് അറിയില്ല. പെട്ടെന്ന് ഭയങ്കര വീക്കാണ്, പേടി കൂടുതലാണ് ഇവർക്ക്, റിസ്ക് എടുക്കാനൊന്നും പറ്റില്ല. പക്ഷേ എന്നാലും വീട്ടുകാരുടെ ഫാമിലി റിസ്ക് ഒക്കെ അവർ ഏറ്റെടുക്കും കേട്ടോ. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കും. അത് വേണ്ടാന്നല്ല കേട്ടോ, ഫാമിലി ഉദ്ദേശം അങ്ങനെയല്ല. പക്ഷേ എന്തെങ്കിലും അവരുടെ ജീവിതം ഉദ്ദേശിക്കുന്നത് അവർക്ക് വേണ്ടി ജീവിക്കുന്നില്ല എന്നാണ് ഈ എനർജി കാണുന്നത്. അവർക്ക് വേണ്ടി ഒരു ഡ്രസ്സൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എടുക്കുന്നുണ്ടാവില്ല, ആ ഒരു പൈസ വീട്ടുകാർക്ക് വേണ്ടി കൊടുക്കും. പക്ഷേ അവർ തീരെ ഗ്രാറ്റിറ്റ്യൂഡ് തിരിച്ച് കാണിക്കില്ല. അപ്പോഴൊക്കെ ഇവർക്ക് അത് ഭയങ്കര പെയിൻസും കാര്യങ്ങളും വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരുപാട് തടസ്സങ്ങളുള്ള റിലേഷൻഷിപ്പാണെന്നും കാണിക്കുന്നു. 7 ഓഫ് വാൻസ് ആൻഡ് 7 ഓഫ് വാൻസ് വരുമ്പോൾ ഒരു കുഞ്ഞേ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇല്ല എന്നും പറയാൻ പറ്റില്ല. തേർഡ് പാർട്ടി കാർഡ് രണ്ടും പറയാം. ഞാൻ പറയാം 75% ഒരു ജെന്യുവനാണ്. ചെറിയ കേസിൽ ഒരു തേർഡ് പാർട്ടി വരാനും ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി പോകാനുള്ള ചാൻസസ് ഒക്കെ കാണിക്കുന്നുമുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ പേഴ്സൺ ജെന്യുവൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു മുക്കാലും ജെന്റിൽമാൻ തന്നെയാണ്. ചെറുതായിട്ടൊരു ചെറിയൊരു കാര്യങ്ങളുണ്ട് എന്നും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക, മീൻസ് മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ടാരോ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ 1 ഇയർ ഒക്കെ ആയിട്ട്. അതുപോലെ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ഉണ്ട്, കർമ്മ ഹീലിംഗ്. ഇതൊക്കെ പെയ്ഡാണ് കേട്ടോ, ഫ്രീ ആയിട്ട് ആരും ചിന്തിക്കേണ്ട. ഫ്രീ ആയിട്ട് നമുക്ക് എവിടെ നിന്നും ഒന്നും പഠിച്ച് കിട്ടില്ല. എനർജി എക്സ്ചേഞ്ച് എന്തായാലും വേണം, സ്പിരിച്വൽ പ്രാക്ടീസസ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ കാണുന്ന നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് പറയും നിങ്ങൾക്ക് നന്നായിട്ട് അബാൻഡൻമെൻറ്റ് ഇഷ്യൂസ് ഉണ്ട്, ഷാഡോ സെൽഫ് ഉണ്ട്, സെൽഫ് ലവ് ലാക്കാണ്. ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നല്ല കണക്ഷനാണ്. ബോണ്ടഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവർക്കും ചേഞ്ചസ് മെല്ലെ വരും. ഫുള്ളി അല്ലെങ്കിലും കുറച്ചൊക്കെ ചേഞ്ചസ് അവർക്ക് വരാൻ ചാൻസസ് ഉണ്ട്. അവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കുറവാണ്, അവർക്കറിയാണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ എനർജി ഉയർത്തുമ്പോൾ അവർ ചോദിക്കും നിനക്ക് കുറേ മാറ്റം വന്നല്ലോ, അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അവർക്ക് അത് ചേഞ്ചസ് വരുവാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് കാണിക്കുന്നത്. ജെന്യുവൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെന്യുവൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 75-80% പറയാം. ചെറുതായിട്ടൊരു തേർഡ് പാർട്ടി എനർജി കാണിക്കുന്നുണ്ട്. ഓക്കെ, കണ്ടോ, അതാണ്. അപ്പോൾ അതൊക്കെ ഇവരെ കുറച്ചധികം ചലഞ്ചസിലേക്കും തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കുന്ന എനർജിയിലൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഓക്കെ, കാരണം അവർക്ക് ഈ ടെൻഷൻ വരുമ്പോൾ ഒരു സ്ട്രെസ് റിലീഫിന് വേണ്ടി പോകുന്ന തേർഡ് പാർട്ടിയാണ്. പക്ഷേ തേർഡ് പാർട്ടിയുടെ ഭാഗത്തുനിന്നും സ്ട്രെസ് കിട്ടാൻ തുടങ്ങിയിട്ടുമുണ്ട്. ഓക്കെ, സോ അതാണ് കാണിക്കുന്നത് കേട്ടോ. സോ താങ്ക് യു സോ മച്ച്.